അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൂറത്തുൽ മുംതഹിനയുടെ ഖുർആൻ പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ 2 ആയത്തുകളാണ് പഠിച്ചത്. മൂന്നാമത്തെ ആയത്ത് പാരായണം ചെയ്ത് അതിൻ്റെ വാക്കർത്ഥവും വിശദീകരണവും നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തൻഫഅകും അർഹാമുകും വലാ ഔലാദുകും യൗമൽ ഖിയാമത്തി യഫ്സിലു ബൈനകും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ലൻ തൻഫഅകും, നിങ്ങൾക്ക് ഒട്ടും ഉപകരിക്കുകയില്ല. അർഹാമുക്കും, നിങ്ങളുടെ കുടുംബക്കാർ. വലാ ഔലാദുക്കും, നിങ്ങളുടെ മക്കളും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. യഫ്സിലു ബൈനക്കും, അന്ന് അള്ളാഹു നിങ്ങളെ അന്യോന്യം വേർപിരിക്കും. ബൈനക്കും, നിങ്ങളുടെ ഇടയിൽ യഫ്സിലു, ഒരു വേർതിരിവുണ്ടാക്കും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, അള്ളാഹു നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടറിയുന്നവനാണ്. സൂറത്ത് മുംതഹിനയുടെ ആദ്യ 2 ആയത്തുകളിൽ ഒരു ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത ഒരു സ്വഹാബി, മുഹാജിറൊക്കെയായ ഒരു സ്വഹാബി ചെയ്ത ഒരു തെറ്റിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചു കൊണ്ടിരുന്നത്. അത് ഗുരുതരമായ തെറ്റാണ് എന്നും അങ്ങനെ ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എന്നുമാണ് നമ്മൾ പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ ആർക്കു വേണ്ടിയാണോ ഇത് ചെയ്തത് അവർ ഈ ദുനിയാവിൽ നമ്മൾക്ക് ശത്രുക്കൾ തന്നെയാണ്, അവരൊരു അവസരം കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികൾ ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് 2ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. ഈ 3ാമത്തെ ആയത്തിൽ ദുനിയാവിൽ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അത് പരലോകത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ അവസ്ഥ എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഹാത്തിബ് ഇബ്നു അബി ബൽതഅ എന്ന് പറയുന്ന സ്വഹാബി കുടുംബത്തെ ദുനിയാവിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാരവൃത്തി ചെയ്യുന്നത്. എന്നാൽ അത് പരലോകത്ത് എത്തുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റിൻ്റെ ഭാരം നമ്മുടെ കുടുംബക്കാരോ മക്കളോ ഒന്നും തന്നെ ഏറ്റെടുക്കുകയില്ല. മറിച്ച് അത് നമ്മൾ തന്നെ വഹിക്കേണ്ടി വരും. നമ്മുടെ കുടുംബക്കാർ അന്നേരം പറയില്ല, അവനത് ഞങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്, അതുകൊണ്ട് അത് ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന് ആരും പറയാനുണ്ടാവില്ല. ഇത്തരത്തിലുള്ള ആയത്തുകൾ സൂറത്തു അബസയിലും സൂറത്തു മആരിജിലും ഒക്കെ പറയുന്നുണ്ട്. ഓരോരുത്തരും അവരവരുടെ തെറ്റുകൾ കൂടി മറ്റാരെങ്കിലും ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. മാത്രമല്ല, അവിടെ വിശ്വാസികളെയും അവിശ്വാസികളെയും എല്ലാം വേർതിരിക്കും. അവരുടെയൊക്കെ ബന്ധങ്ങളുടെ കെട്ടുകൾ പൊട്ടിക്കും. അവിടെ കുടുംബ ബന്ധങ്ങളോ ഒരേ പാർട്ടിക്കാരോ ഒരേ സംഘടനക്കാരോ ഒന്നുമായിരിക്കില്ല. ഓരോരുത്തരും സ്വയം ചെയ്ത പ്രവർത്തനങ്ങൾ, അതിൻ്റെ വിചാരണയായിരിക്കും ഉണ്ടാവുക. ഓരോരുത്തരും അവരവരുടെ കർമ്മഫലമായിരിക്കും അനുഭവിക്കുക എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ എന്നതാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അവിടെ ആർക്കും ഉപകാരപ്പെടില്ല. നമ്മളെന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഉപകാരമായിട്ടുണ്ടാകും. അതല്ലാതെ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിൻ്റെ ഫലം നമ്മൾ തന്നെയായിരിക്കും അനുഭവിക്കേണ്ടത്. അത് ഏറ്റെടുക്കാൻ ആരും വരികയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവത്തിലൂടെ ഖുർആൻ പണ്ഡിതന്മാരായ ആളുകൾ വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. അതിലൊന്ന്,
ഇവിടെ ചെയ്തിരിക്കുന്നത് ഒരു ഗുരുതരമായ ചാരപ്രവൃത്തി തന്നെയാണ്. അത് ഒരു വിശ്വാസിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് നിരപരാധിത്വം തെളിയിക്കാനുള്ള ഒരു അവസരം നൽകണം. അങ്ങനെ ഹാത്തിബ് ബിൻ അബി ബൽതഅ എന്ന് പറയുന്ന സ്വഹാബിക്ക് അതിനുള്ള അവസരം നൽകുന്നുണ്ട്. അതല്ലാതെ വിചാരണ തടവുകാരായി അവരുടെ പക്ഷം കേൾക്കാനുള്ള അവസരം നിഷേധിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കരുത്. മറ്റൊന്ന്, സ്വഹാബികളായ ആളുകൾക്കും തെറ്റ് സംഭവിക്കാം. നമ്മൾ ഇസ്ലാമിക പ്രവർത്തകരായിരിക്കുമ്പോൾ ഇസ്ലാമിക പ്രവർത്തകർക്കിടയിലും പലർക്കും തെറ്റുപറ്റാം. അതിനെ മൂടി വെക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ആരുടെ പക്ഷത്തായാലും തെറ്റാണെങ്കിൽ അതിനെ വെളിപ്പെടുത്തുകയും അതിനനുസൃതമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. മറ്റൊന്ന്, വധശിക്ഷയ്ക്ക് വരെ കാരണമാകുന്ന ഒരു തെറ്റാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെ വളരെ ഗുണകാംക്ഷാപൂർവമുള്ള തിരുത്തലാണ്. പ്രത്യേകിച്ച് ബദർ യുദ്ധത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരു സ്വഹാബി എന്ന നിലയിൽ പെട്ടെന്ന് തന്നെ ആ വിശ്വാസം കുഫറിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിലല്ല, അത് ചെറിയ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തതാണ് എന്ന് ആ സ്വഹാബി പറയുകയും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ബോധ്യപ്പെടുകയും എന്നാൽ ഇത് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായിക്കൊണ്ടും അല്ലെങ്കിൽ ഗുണകാംക്ഷയായിക്കൊണ്ടും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് തന്നെ അവർക്കുള്ള ഏറ്റവും വലിയൊരു ശിക്ഷയായി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തൻ്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ഒരു സാഹചര്യത്തിലും ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്രവൃത്തി ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ല. ഇവിടെ ലോകാവസാനം വരെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സംഭവം മുഴുവൻ വിശ്വാസികൾക്കും അവസാനം വരെ വായിച്ചെടുക്കാൻ പാകത്തിനും പഠിക്കാൻ പാകത്തിനുമാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിച്ചു വെക്കുന്നത്. മറ്റൊന്ന്, ചാരവൃത്തിക്ക് വധശിക്ഷ നൽകണം എന്ന് പല ഇമാമുമാരും ഈ വിഷയത്തിൽ ഷാഫി റഹിമഹുല്ല ഇമാമിനും ഇമാം മാലിക് റഹിമഹുല്ല ഇമാം അബൂ ഹനീഫ റഹിമഹുല്ല ഇവർക്കൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളാണുള്ളത്. ചിലർക്ക് വധശിക്ഷ നൽകണം എന്ന് തന്നെ പറയുന്നവരുണ്ട്. എന്നാൽ പരിഗണിക്കപ്പെടുന്ന കാരണങ്ങളുണ്ട് എങ്കിൽ താക്കീത് നൽകിയാലും മതി. എന്നാൽ ചില സാഹചര്യത്തിൽ ദീർഘകാല തടവ് മതി. ചില ആളുകൾ പറയുന്നത് പശ്ചാത്തപിച്ചാൽ മാപ്പ് നൽകാം. എന്നാൽ കബളിപ്പിക്കാൻ വേണ്ടിയാണ് പശ്ചാത്തപിച്ചതെങ്കിൽ വധശിക്ഷ തന്നെയാണ് നൽകേണ്ടത്. അതുപോലെ ഒരാളെ ചാരപ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആളെ വസ്ത്രം അഴിച്ചു വരെ പരിശോധിക്കാനുള്ള ഒരു നിയമമുണ്ട് എന്നതുകൂടി ഇതിലൂടെ പഠിപ്പിക്കുന്നു. ഏറ്റവും അവസാനം നമ്മൾ ഈ ആയത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം അള്ളാഹു അറിയുന്നുണ്ട് എന്നൊരു ജാഗ്രത കൂടി ഓരോ വിശ്വാസിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നു കൊണ്ട് അത് വെളിപ്പെട്ടു. ഇതല്ലാതെ നടക്കുന്ന ഓരോ രഹസ്യങ്ങളും പരസ്യങ്ങളുമെല്ലാം അള്ളാഹു അറിയുന്നു എന്നൊരു ബോധം ഓരോ വിശ്വാസിയിലും ഉണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ആയത്ത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷ്മമായ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹു കാണുന്നുണ്ട് എന്ന ബോധത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ പ്രത്യേകിച്ചും നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിലേക്ക് അത് ജീവിതത്തിൻ്റെ ശീലമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ അമലുകളെ സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.